നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന ജൂൺ 25 മുതൽ ജീവിതത്തിൽ വളരെയധികം രാജയോഗമുള്ള 5 നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഇന്ന് പറയുവാനായിട്ട് പോകുന്നത്. അതായത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവമുള്ള ഒരു രാജാവിനെ പോലെ ജീവിക്കുവാൻ കഴിയുന്ന ഗജകേസരി യോഗവും രാജയോഗവും ഒന്നിച്ചു വരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി സന്തോഷത്തിലേക്ക് വന്ന് ഭവിക്കുന്ന 5 നക്ഷത്ര ജാതകർ. അതിൽ ഒന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് രോഹിണി നക്ഷത്ര ജാതകരാണ്. ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയും. വിദേശ യാത്രയ്ക്കൊക്കെ സാധ്യതകളുണ്ട്. അതായത് എവിടെയാണോ നിങ്ങൾക്ക് പോയി പഠിക്കുവാൻ ആഗ്രഹം അതൊക്കെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. പരീക്ഷകളിൽ ഉന്നത വിജയം ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാധിക്കും. അതുപോലെ തന്നെ സന്താന ഭാഗ്യമില്ലാതെ കണ്ണുനീരൊഴുക്കുന്ന വ്യക്തികളാണെങ്കിൽ തക്കതായ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ പ്രയാസം അതൊക്കെ മാറിക്കിട്ടും. രണ്ടാമത്തെ നക്ഷത്ര ജാതകർ പുണർദം നക്ഷത്ര ജാതകരാണ്. വ്യാഴം സ്വന്തം രാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ പുണർദം നക്ഷത്ര ജാതകർക്ക് രാജയോഗവും ഗജകേസരി യോഗവും ഒന്നിച്ചു വരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ഉയർച്ചയുണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല. ജീവിതത്തിൽ എവിടെയൊക്കെയാണോ നിങ്ങൾ തഴയപ്പെട്ടിരിക്കുന്നത് അവിടെയെല്ലാം നിങ്ങളൊരു വലിയ നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. മൂന്നാമത്തെ നക്ഷത്ര ജാതകർ ഉത്രം നക്ഷത്ര ജാതകരാണ്. സൂര്യൻ്റെ നക്ഷത്രമാണ് ഉത്രം നക്ഷത്ര ജാതകം. അതുകൊണ്ട് തന്നെ ഈ യോഗം വഴി രാജകീയ ജീവിതം ലഭിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഭരണരംഗത്തോ രാഷ്ട്രീയ രംഗത്തോ അല്ലെങ്കിൽ നേതാക്കന്മാരാകുവാനോ ഇല്ലെങ്കിൽ കോളേജുകളിലൊക്കെ ഒരു മേൽനോട്ടം അല്ലെങ്കിൽ ഒരു മുൻപന്തിയിലൊക്കെ നിൽക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കടബാധ്യതകളൊക്കെ തീർത്ത് വലിയ രീതിയിലുള്ള ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുവാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടവരും. ഇനി നാലാമത്തെ നക്ഷത്ര ജാതകർ ചിത്തിര നക്ഷത്ര ജാതകരാണ്. പ്രധാനമായിട്ടും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറും. ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ രീതിയിലുള്ള ലാഭം കൊയ്യുവാനായിട്ട് സാധിക്കും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ലഭിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അഞ്ചാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. ആത്മവിശ്വാസവും അതുപോലെ തന്നെ വളരെയധികം ആത്മാർത്ഥതയുമുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ തൊട്ടതെല്ലാം പൊന്നാക്കുവാനായിട്ട് സാധിക്കും. മക്കളെ കൊണ്ട് ഒരു വലിയ നേട്ടം നിങ്ങൾക്കുണ്ടാകും. മക്കൾക്കും വലിയധികം ഉയർച്ചകളുണ്ടാകും. ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് പലർക്കും ദോഷങ്ങൾ പലവിധമാണ്. അതുകൊണ്ട് തന്നെ ശത്രുദോഷങ്ങൾക്കോ മറ്റു ദോഷങ്ങൾക്കോ ഉള്ള പരിഹാരങ്ങൾ ചെയ്യണം. അതുപോലെ പ്രതിസന്ധികൾ മാറുവാനായിട്ട് ശിവക്ഷേത്രത്തിൽ ഒരു ദർശനം കൂടെ നടത്തുക. തീർച്ചയായിട്ടും ഈ 5 നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ ഉയർച്ചയുണ്ടാകും. വലിയ നേട്ടങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. കഷ്ടതകളൊക്കെ മാറി ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറി പ്രയാസങ്ങളെ തരണം ചെയ്ത് നിങ്ങൾക്ക് ഉയർച്ചകൾ നേടുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ 5 നക്ഷത്ര ജാതകർ. ഈ 5 നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.